for partnership basic concepts. Question number 11 NCERT page number 75 do it yourself question number 2. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് വൺ റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ്, സെക്കൻഡ് വൺ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, തേർഡ് വൺ ഷോ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ജേണൽ എൻട്രി ആയിരിക്കണം. അതിൻ്റെ താഴെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക, അതിൻ്റെ താഴെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് മെത്തേഡാണെന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാനിവിടെ ജേണൽ എൻട്രി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ മുൻപ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും ഇവിടെ എഴുതി കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ജേണൽ വരയ്ക്കുക, അതിൻ്റെ താഴെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക, അതിൻ്റെ താഴെ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ജേണൽ എൻട്രീസ്, അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ട ജേണൽ എൻട്രീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ജേണൽ എൻട്രി ഒരുവിധം പഠിച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ജേണൽ എൻട്രി എഴുതുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുന്ന ട്രാൻസാക്ഷൻസിനുള്ള ജേണൽ എൻട്രി എഴുതിയാൽ മതി. ആദ്യത്തെ ജേണൽ എൻട്രി എപ്പോഴും ഏതായിരിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി ആയിരിക്കണം എഴുതേണ്ടത്. അത് നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത് നോക്കി നോക്കിയും. ദ നെറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ വാസ് ₹3,56,600. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ജേണൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ സാധാരണ ജേണൽ എൻട്രിയിൽ കഴിഞ്ഞ വർഷം പഠിച്ച പോലെ നിങ്ങൾ വരയ്ക്കാം. ഇവിടെ ഡേറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ ഹെഡിങ് കൊടുക്കുക ജേണൽ എൻട്രീസ് റിലേറ്റഡ് വിത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആദ്യത്തെ ജേണൽ എൻട്രി ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് $3,56,600. നരേഷൻ എന്ത് വരും? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഏത് അക്കൗണ്ടേക്ക് നമ്മൾ വരച്ചിരിക്കുന്നത്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജേണൽ എൻട്രി അനുസരിച്ച് ഏത് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ വരച്ചിരിക്കുന്ന അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഏത് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് $3,56,600. ഇനി ജേണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ജേണൽ എൻട്രി എഴുതാം. ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. സോണിയ, ചാരു ആൻഡ് സ്മിത സ്റ്റാർട്ടഡ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഓൺ 1 April 2006. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം 3 പാർട്ട്നേഴ്സാണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ 3 എമൗണ്ടുകളും കൊടുത്തിരിക്കണം. ദേ കോൺട്രിബ്യൂട്ട് ₹5 lakh, 4 lakh ആൻഡ് 3 lakh. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ആ വർഷത്തെ ക്യാപിറ്റൽ അക്കൗണ്ടാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എങ്ങനെയായിരിക്കണം എഴുതേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ്. സോണിയയുടെ കോളത്തിൽ 5 lakh, ചാരു 4 lakh, സ്മിത 3 lakh. ആൻഡ് ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2:1. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഏതാണ്? 3:2:1. അപ്പോൾ സോണിയയുടെ ഷെയർ എത്രയായിരിക്കും? 3/6. 6 എങ്ങനെ കിട്ടി? 3 + 2 + 1. ചാരുവിൻ്റെ 2/6, സ്മിത 1/6. അപ്പോൾ ഇത് എപ്പോഴാണ് ആവശ്യം വരുന്നത്? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഈ റേഷ്യോ ആവശ്യമായിട്ട് വരുന്നത്. അതിന് പ്രത്യേകിച്ച് ജേണൽ എൻട്രി ഒന്നും ഇപ്പോൾ ഇവിടെ റേഷ്യോയ്ക്ക് എഴുതേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ദ പാർട്ട്ണർഷിപ്പ് പ്രൊവൈഡ്സ് ദാറ്റ് സോണിയ ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് ₹10,000 പെർ മന്ത്. ഇവിടെ സോണിയയ്ക്ക് സാലറി അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ട്രാൻസാക്ഷനും 2 ജേണൽ എൻട്രി ഉണ്ട്. ഒന്ന് അലൗ സാലറി, സെക്കൻഡ് ജേണൽ എൻട്രി ഏതായിരിക്കണം? അത് എക്സ്പെൻസസ് ആയതുകൊണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഈ 2 ജേണൽ എൻട്രിയാണ് നമുക്കിവിടെ എഴുതേണ്ടത്. പാർട്ട്നേഴ്സിന് സാലറി അലൗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി? സോണിയാസ് സാലറി അക്കൗണ്ട് ടു സോണിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ജേണൽ എൻട്രി എന്താവും? സോണിയാസ് സാലറി അക്കൗണ്ട് ടു സോണിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്കറിയാം 10,000 പെർ മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തെ എഴുതണം. 10,000 × 12 1,20,000. നരേഷൻ എന്താണ്? അലൗഡ് സാലറി. അപ്പോൾ ഈ ജേണൽ എൻട്രി എവിടെ പോസ്റ്റ് ചെയ്യണം? നമ്മൾ പ്രിപ്പയർ ചെയ്തതനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സോണിയ സാലറി, സോണിയയുടെ കോളത്തിൽ 1,20,000.
ഇനി ഇതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ജേണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സോണിയ സാലറി 1,20,000. അപ്പോൾ ഇവിടെ ഏത് അക്കൗണ്ടിലേക്ക് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യണം? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിലാണ്. കാരണം അപ്രോപ്രിയേഷന് ഡെബിറ്റാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം സോണിയ സാലറി 1,20,000. അതിൻ്റെ നരേഷൻ ഏതാണ്? സോണിയ സാലറി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഓരോ ജേണൽ എൻട്രി കഴിയുമ്പോഴും അതാത് സമയത്ത് തന്നെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വൺ, ചാരു എ കമ്മീഷൻ ₹50,000. അതായത് പാർട്ട്ണർക്ക് കമ്മീഷൻ കൊടുത്തിരിക്കുകയാണ്. കമ്മീഷൻ കൊടുക്കുമ്പോൾ എന്താ ജേണൽ എൻട്രി? ചാരൂസ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ചാരൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ചാരൂസ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ചാരൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 50,000. അപ്പോൾ നമ്മളത് എവിടെ എഴുതാം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ചാരൂസ് കമ്മീഷൻ, ചാരുവിൻ്റെ കോളത്തിൽ 50,000. ഇനി ഇതെന്ത് ചെയ്യണം? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ചാരൂസ് കമ്മീഷൻ. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ചാരൂസ് കമ്മീഷൻ 50,000. Next one, it also provides that interest on capital be allowed at 6% per annum. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതുമാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലുമാണ്. അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 5 lakh, 4 lakh, 3 lakh. അപ്പോൾ സോണിയയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര വരും? 5 lakh ഇൻറ്റു 6/100 30,000. ചാരുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4 lakh ഇൻറ്റു 6/100 24,000. സ്മിതയുടെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 lakh ഇൻറ്റു 6/100 18,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 3 പേരുടെയും പേര് ഇവിടെ സ്പെസിഫൈ ചെയ്ത് എഴുതാം. സോണിയാസ് ക്യാപിറ്റൽ, ചാരൂസ് ക്യാപിറ്റൽ, സ്മിതാസ് ക്യാപിറ്റൽ. 3 പേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 30,000 24,000 18,000. ഇനി ഇവിടെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇത് 3ഉം കൂടി പ്ലസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 72,000. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്ററിന് നേരെ എഴുതേണ്ടത്. ഇനി അതെന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 72,000. ആദ്യത്തെ ജേണൽ എൻട്രി എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോരുത്തരുടെയും കോളത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് സൗമ്യ ആൻഡ് ബിമൽ ഫോർ ദ ഇയർ വർ 30,000 10,000. സോറി, ഞാൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനാണ് വായിച്ചത് കേട്ടോ. നോക്കി നോക്കാം. ദ ഡ്രോയിങ്സ് ഫോർ ദ ഇയർ വർ സോണിയ ₹60,000, ചാരു 40,000, സ്മിത 20,000. ഇത് തന്നിരിക്കുന്നത് ഏതാണ്? ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എവിടെയാണ് എഴുതേണ്ടത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 60,000 40,000 20,000. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇവിടെ ഡ്രോയിങ്സിന് ജേണൽ എൻട്രി എഴുതേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷനിലെ ജേണൽ എൻട്രിയാണ് എഴുതുന്നത്. Next one, interest on drawings was charged as ₹2,700 on Sonia's drawings, 1,800 on Charu's drawings and ₹900 on Smita's drawings. Interest on drawings charge ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി? ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എവിടെ എഴുതാറ്? ഡെബിറ്റ് സൈഡിലാണ് എഴുതാറ്. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ജേണൽ എൻട്രി എഴുതി. സോണിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,700, ചാരൂസ് ക്യാപിറ്റൽ 1,800, സ്മിതാസ് ക്യാപിറ്റൽ 900 ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടോട്ടൽ ചെയ്യുക 5,400. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ. അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെ എഴുതണം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതി ഓരോരുത്തരുടെയും കോളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അത് കഴിഞ്ഞാൽ ഇത് ഇൻകോ ആയതുകൊണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 5,400. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ്റെ എല്ലാ ജേണൽ എൻട്രിയും എഴുതി കഴിഞ്ഞു. അതാത് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പം നിങ്ങളവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ബാലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുക ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000 ആണ്.
ഞാനിത് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതാണ്. നിങ്ങൾ അത് തന്നെയല്ലേ കിട്ടിയിരിക്കണേന്നൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ. ഇനി ആ നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏത് റേഷ്യോയിലായിരിക്കണം? 3:2:1 എന്നുള്ള റേഷ്യോയിലായിരിക്കണം. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആണല്ലോ. അതുകൊണ്ട് ഈ നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി എഴുതിയിരിക്കണം. എന്താ ജേണൽ എൻട്രി വരാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ ജേണലിൽ ഈ ഒരു ജേണൽ എൻട്രി എഴുതാം. എപ്പോഴാണ് ഈ ജേണൽ എൻട്രി എഴുതേണ്ടത്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റാണ് നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കണം ഈ ജേണൽ എൻട്രി എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് 1,20,000 ആണെന്ന് വിചാരിക്കണം. അപ്പോൾ 3:2:1 എന്നുള്ള റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് എത്ര കിട്ടും? സോണിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1,20,000 ഇൻറ്റു 3/6. ചാരു 1,20,000 ഇൻറ്റു 2/6. സ്മിത 1,20,000 ഇൻറ്റു 1/6. അപ്പോൾ എത്രയ്ക്ക് വരും? 60,000, 40,000, 20,000. ജേണൽ എൻട്രി പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ 3 പേരുടെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇതിന് ഇത് എവിടെ എഴുതണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 3 പേരുടെയും കോളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ എല്ലാ ജേണൽ എൻട്രിയും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, ക്ലോസിങ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ പഠിക്കുന്നത് എന്താണ്? ജേണൽ എൻട്രി എഴുതാനാണ് നമ്മൾ പഠിക്കുന്നത്. ജേണൽ എൻട്രി എഴുതാൻ പഠിക്കുമ്പോൾ നിങ്ങൾ ജേണൽ എൻട്രി ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും ഫോർമാറ്റ് ഓർമ്മയുണ്ടായിരുന്നാൽ മതി. ആ ഫോർമാറ്റ് ഓർമ്മ വെച്ച് മനസ്സിലാക്കി ജേണൽ എൻട്രി എഴുതിയാൽ മതി.